നമസ്കാരം. ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ തദ്ദേശീയമായ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ഇന്ത്യൻ നാവികസേനയും പുതിയൊരു നാഴികക്കല്ലിലേക്ക് കടക്കുകയാണ്. വിമാനവാഹിനി കപ്പലുകളിൽ നിന്നും പൈലറ്റുള്ള യുദ്ധവിമാനങ്ങൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ശേഷിയുള്ള നേവി കോമ്പാക്ട് എയർ ടീമിംഗ് സിസ്റ്റം എന്ന പുതിയ ഡ്രോൺ പദ്ധതിയുമായി ഇവർ മുന്നോട്ട് പോവുകയാണ്. നിലവിൽ HAL കരസേനയ്ക്കായി വികസിപ്പിക്കുന്ന പരമ്പരാഗത കാഡ്സ് പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ തുടക്കം എങ്കിലും പുതുതായി പുറത്തു വന്ന ചിത്രങ്ങളും വിവരങ്ങളും സൂചിപ്പിക്കുന്നത് നാവികസേനയ്ക്കായുള്ള NCADS കേവലം ഒരു പരിഷ്കരിച്ച പതിപ്പല്ല, മറിച്ച് പൂർണ്ണമായും പുത്തൻ രൂപകൽപ്പനയിലുള്ള ഒരു അത്യാധുനിക പ്ലാറ്റ്ഫോം ആയിരിക്കും എന്നാണ്. വിമാനവാഹിനി കപ്പലുകളുടെ ഡെക്കിൽ നിന്നും സുഗമമായി പറന്നുയരുവാനും തിരികെ ലാൻഡ് ചെയ്യാനും സാധിക്കുന്ന തരത്തിലുള്ള ഒരു മൾട്ടി റോൾ സ്റ്റെൽത്ത് അൺമാൻഡ് കോമ്പാക്ട് ഏരിയൽ വെഹിക്കിൾ ആയിട്ടാണ് NCADS വാരിയർ വിഭാവനം ചെയ്തിരിക്കുന്നത്. വിമാനവാഹിനി കപ്പലുകൾക്കുള്ളിലെ പരിമിതമായ സ്ഥലത്ത് കാര്യക്ഷമമായി സൂക്ഷിക്കുന്നതിനായി മടക്കി വയ്ക്കാവുന്ന ചിറകുകൾ ഈ ഡ്രോണുകളുടെ പ്രത്യേകതയായിരിക്കും. ശത്രുക്കളുടെ റഡാറുകളുടെ കണ്ണിൽപ്പെടാത്ത സ്റ്റെൽത്ത് രൂപകൽപ്പനയും പൈലറ്റുള്ള വിമാനങ്ങളുമായി തത്സമയം യുദ്ധവിവരങ്ങൾ പങ്കുവയ്ക്കാനുള്ള ശേഷിയും ഇതിനുണ്ടാകും. കരസേനയുടെ കാഡ്സ് ഡ്രോണുകൾക്ക് 650 കിലോഗ്രാം ആയുധം ചുമക്കാൻ ശേഷിയുള്ളപ്പോൾ നാവികസേനയുടെ ഈ പുതിയ വകഭേദത്തിന് 1 ടൺ ആയുധശേഖരം വഹിക്കുവാൻ സാധിക്കുമെന്നാണ് വ്യക്തമാകുന്നത്. ഈ ഉയർന്ന പേലോഡ് ശേഷി സൂചിപ്പിക്കുന്നത് NCADS വിമാനം വലുപ്പത്തിലും കരുത്തിലും മുന്നിലായിരിക്കുമെന്നതാണ്. കൂടുതൽ ഇന്ധനശേഷിയും ഉയർന്ന പ്രൊപ്പൽഷൻ കരുത്ത് നൽകുന്നതിനായി ഇരട്ട എയർ ഇൻടേക്ക് സംവിധാനമാണ് ഈ നാവിക ഡ്രോണുകൾക്ക് നൽകിയിരിക്കുന്നത്. വിമാനവാഹിനി കപ്പലുകളിൽ നിന്നുള്ള കടുത്ത ലാൻഡിങ്ങുകൾ താങ്ങാൻ ശേഷിയുള്ള ലാൻഡിംഗ് ഗിയറുകൾ, സമുദ്രത്തിലെ ഉപ്പുരസമുള്ള വായുവിനെ പ്രതിരോധിക്കുവാനുള്ള പ്രത്യേക ലോഹഘടന, സ്വയംഭരണാധികാരമുള്ള ആധുനിക ഏവിയോണിക്സ് എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നതിനാൽ ഈ വിമാനത്തിൻ്റെ പരമാവധി ഭാരം 3 ടണ്ണിലധികം വരുമെന്നാണ് കണക്കാക്കുന്നത്. കരയിൽ നിന്ന് പ്രവർത്തിപ്പിക്കുന്ന ഡ്രോണുകളെ അപേക്ഷിച്ച് കപ്പലുകളിൽ നിന്ന് പ്രവർത്തിപ്പിക്കുന്ന വിമാനങ്ങൾക്ക് കടലിലെ കടുത്ത പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കേണ്ടതുണ്ട്. കാറ്റപ്പൾട്ട് അല്ലെങ്കിൽ സ്കീ ജമ്പ് വഴിയുള്ള വിക്ഷേപണങ്ങളും അറൈറ്റഡൈസ് റിക്കവറി പോലെയുള്ള ലാൻഡിങ്ങുകളും ഈ ഡ്രോണിന് വലിയ എഞ്ചിനീയറിംഗ് വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. ഭാവിയിൽ ഇന്ത്യൻ നാവികസേനയുടെ വിമാനവാഹിനി കപ്പലുകളായ INS വിക്രാന്ത്, INS വിക്രമാദിത്യ എന്നിവയിലെ MiG-29K, ഫ്രഞ്ച് നിർമ്മിത റഫാൽ M യുദ്ധവിമാനങ്ങൾക്കൊപ്പം ചേർന്ന് ഒരു ഫോഴ്സ്ഡ് മൾട്ടിപ്ലെയറായി NCADS പ്രവർത്തിക്കും. യുദ്ധ സാഹചര്യങ്ങളിൽ ശത്രുക്കളുടെ അതീവ സുരക്ഷിതമായ വ്യോമാതിർത്തിക്കുള്ളിലേക്ക് പൈലറ്റുള്ള വിമാനങ്ങൾക്ക് മുന്നേ ഈ ഡ്രോണുകൾ കടന്നു ചെല്ലും. ശത്രുക്കളുടെ റഡാറുകളെയും മിസൈൽ താവളങ്ങളെയും കണ്ടെത്തുക, യുദ്ധവിവരങ്ങൾ പൈലറ്റിന് കൈമാറുക, ദൂരെയുള്ള ലക്ഷ്യങ്ങളിലേക്ക് മിസൈലുകൾ തൊടുക്കുക അല്ലെങ്കിൽ ശത്രുക്കളുടെ ശ്രദ്ധ തിരിക്കുന്ന ഡക്കോയ് ആയി പ്രവർത്തിക്കുക എന്നിവയെല്ലാം NCADS ഡ്രോണുകൾക്ക് ചെയ്യാൻ സാധിക്കും. ഇത് ഇന്ത്യൻ പൈലറ്റുമാരുടെയും വിലയേറിയ യുദ്ധവിമാനങ്ങളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സഹായിക്കും. ഈ പദ്ധതിക്ക് പുറമെ നാവികസേന തദ്ദേശീയമായ ഘട്ടക് ഡ്രോൺ പദ്ധതിയിൽ അധിഷ്ഠിതമായ നാവൽ അൺമാൻഡ് കോമ്പാക്ട് ഏരിയൽ വെഹിക്കിൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദീർഘദൂര ആക്രമണങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്നതിനുമായി നുകാവ് ഉപയോഗിക്കുമ്പോൾ തൊട്ടടുത്തുള്ള യുദ്ധതന്ത്രങ്ങൾക്കും പൈലറ്റുള്ള വിമാനങ്ങൾക്കുമായുള്ള സംയോജിത നീക്കങ്ങൾക്കായിരിക്കും NCADS മുൻഗണന നൽകുക. പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് വലിയൊരു ഉത്തേജനമാണ് NCADS പദ്ധതി സമ്മാനിക്കുന്നത്. സമുദ്ര സുരക്ഷയിലും ആകാശ യുദ്ധങ്ങളിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശേഷിയുള്ള ഈ സാങ്കേതികവിദ്യ ഇന്ത്യൻ നാവികസേനയെ ലോകത്തിലെ തന്നെ ഏറ്റവും ആധുനികവും സജ്ജവുമായ ഒരു കരുത്തായി മാറ്റിത്തീർക്കും. ഇന്ത്യ വികസിപ്പിക്കുന്ന NCADS പോലെയുള്ള ലോയൽ വിങ്മാൻ യുദ്ധ ഡ്രോണുകൾ ഇന്ത്യ-പാകിസ്ഥാൻ, ഇന്ത്യ-ചൈന അതിർത്തികളിൽ വ്യോമയുദ്ധങ്ങളുടെ ചിത്രം തന്നെ പൂർണ്ണമായി മാറ്റിമറിക്കാൻ പോകുന്ന അത്രയും നിർണായകമായ ഒരു തന്ത്രപ്രധാനമായ ആയുധമാണ്. വിമാനവാഹിനി കപ്പലുകൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്തതാണ് എങ്കിലും ഇവിടെ ഭാരം കുറഞ്ഞ രൂപവും കപ്പലുകളിലെ ചെറിയ റൺവേകളിൽ നിന്ന് പറന്നുയരാനുള്ള ശേഷിയും അതിർത്തിയിലെ കടുത്ത മലനിരകളിൽ ഇന്ത്യക്ക് വലിയ തന്ത്രപരമായ മുൻതൂക്കം സമ്മാനിക്കും. ഇന്ത്യ-ചൈന അതിർത്തിയിലെ വെല്ലുവിളിയെ നേരിടുന്നതിൽ ഈ ഡ്രോണുകൾ വഹിക്കുന്ന പങ്ക് അതീവ നിർണായകമാകും. ചൈനീസ് അതിർത്തിയോട് ചേർന്നുള്ള ലഡാക്ക്, അരുണാചൽ പ്രദേശ് തുടങ്ങിയ മേഖലകൾ കടുത്ത മലനിരകളാൽ നിറഞ്ഞതാണ്. ഇവിടെ വായുവിന് സാന്ദ്രത കുറവായതിനാൽ പൈലറ്റുള്ള വലിയ യുദ്ധവിമാനങ്ങൾക്ക് പൂർണ്ണശേഷിയിൽ ആയുധങ്ങളോ ഇന്ധനമോ നിറച്ച് പറന്നുവരുവാൻ കനത്ത പരിമിതികളുണ്ട്. എന്നാൽ ചെറിയ റൺവേകളിൽ നിന്നും റോഡുകളിൽ നിന്നും പറന്നുവരാൻ കഴിയുന്ന NCADS ഡ്രോണുകൾക്ക് ഈ മലനിരകളിലെ താൽക്കാലിക താവളങ്ങളിൽ നിന്ന് സുഗമമായി പ്രവർത്തിക്കാൻ സാധിക്കും. കൂടാതെ ചൈന അതിർത്തിയിൽ ഉടനീളം സ്ഥാപിച്ചിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ S-400, HQ-9 തുടങ്ങിയ റഡാർ വിരുദ്ധ മിസൈൽ ശൃംഖലകളെ ഭേദിക്കുക എന്നത് ഇന്ത്യൻ പൈലറ്റുമാർക്ക് വലിയ വെല്ലുവിളിയാണ്. ഇത്തരം അപകടകരമായ ആകാശത്തേക്ക് റഫാലോ തേജസ്സോ നേരിട്ട് കടന്നു ചെല്ലുന്നതിന് പകരം സ്റ്റെൽത്ത് ശേഷിയുള്ള NCADS ഡ്രോണുകളെ മുന്നിലേക്ക് അയക്കുവാൻ വ്യോമസേനയ്ക്ക് സാധിക്കും. ഈ ഡ്രോണുകൾ ചൈനീസ് റഡാറുകളെ ജാം ചെയ്യുകയോ അല്ലെങ്കിൽ സ്വന്തം ജീവൻ ബലി നൽകി ശത്രുക്കളുടെ മിസൈലുകളെ ആകർഷിച്ച് അവയുടെ സ്ഥാനം പൈലറ്റിന് കാട്ടിക്കൊടുക്കുകയോ ചെയ്യും.
ഇത് വിലയേറിയ ഇന്ത്യൻ യുദ്ധവിമാനങ്ങളുടെയും പൈലറ്റുമാരുടെയും സുരക്ഷ 100% ഉറപ്പാക്കും. ഇന്ത്യ പാക് അതിർത്തിയിലേക്ക് വരുമ്പോൾ പാകിസ്ഥാന്റെ പ്രതിരോധ തന്ത്രങ്ങളെ പൂർണ്ണമായും അപ്രസക്തമാക്കുവാൻ ഈ സംവിധാനത്തിന് സാധിക്കും. പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യ പ്രയോഗിക്കുന്ന കോൾഡ് സ്റ്റാർട്ട് പോലുള്ള അതിവേഗ ആക്രമണ തന്ത്രങ്ങൾക്ക് മികച്ചൊരു ആകാശ പിന്തുണ നൽകുവാൻ എൻകാറ്റ്സിന് സാധിക്കും. പാകിസ്ഥാന്റെ വായു പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യൻ അതിർത്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതിനാൽ പെട്ടെന്നൊരു യുദ്ധം ഉണ്ടായാൽ ശത്രുപാളയത്തിലേക്ക് ആദ്യം കടന്നു ചെന്ന് ബോംബിടാനും അവരെ ആശയക്കുഴപ്പത്തിലാക്കാനും മനുഷ്യരില്ലാത്ത ഈ യുദ്ധവിമാനങ്ങൾക്ക് സാധിക്കും. പാകിസ്ഥാന്റെ പക്കലുള്ള F-60, JF-17 യുദ്ധവിമാനങ്ങൾക്ക് മുന്നിലേക്ക് ഈ ഡ്രോണുകളെ ഇരയായി ഇട്ടുകൊടുത്ത് അവരുടെ മിസൈലുകൾ തീരുന്ന ഘട്ടത്തിൽ തൊട്ടുപിന്നാലെ വരുന്ന ഇന്ത്യൻ റഫാൽ വിമാനങ്ങൾക്ക് അവയെ എളുപ്പത്തിൽ വെടിവെച്ചിടാൻ സാധിക്കും. കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്ന ഇത്തരം 4-5 ഡ്രോണുകൾ തകർന്നാലും ഇന്ത്യക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകില്ല. എന്നാൽ പാകിസ്ഥാന് തങ്ങളുടെ കോടിക്കണക്കിന് രൂപ വിലയുള്ള മിസൈലുകളും പ്രതിരോധ സംവിധാനങ്ങളും നഷ്ടമാകും. എണ്ണത്തിൽ ചൈനയ്ക്ക് ഇന്ത്യയേക്കാൾ കൂടുതൽ യുദ്ധവിമാനങ്ങൾ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യയുടെ സ്ക്വാഡ്രൺ ശേഷി കുറഞ്ഞു വരുന്ന ഈ സാഹചര്യത്തിൽ ഓരോ റഫാൽ അല്ലെങ്കിൽ തേജസ് വിമാനങ്ങൾക്കൊപ്പവും 3 അല്ലെങ്കിൽ 4 ലോയൽ വിങ്മൻ ഡ്രോണുകളെ കൂടി ഘടിപ്പിക്കുന്നതോടെ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളുടെ എണ്ണം പെട്ടെന്ന് 4 ഇരട്ടിയായി വർദ്ധിക്കും. ഒരേ സമയം ഒരൊറ്റ പൈലറ്റിന് തൻ്റെ കോക്പിറ്റിലിരുന്ന ഈ ഡ്രോണുകളെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നതിനാൽ ചൈനയുടെയും പാകിസ്ഥാന്റെയും സംയുക്ത ഭീഷണിയെ ഒരൊറ്റ ഘട്ടത്തിൽ നേരിടാൻ ഇന്ത്യ പ്രാപ്തമാക്കുന്ന ആയുധമായി എൻകാറ്റ്സ് മാറുമെന്നതിൽ സംശയമില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.